സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് എത്തുന്നു. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന വി.ഡി. സതീശൻ കേരളത്തിന് അപമാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്ന് വി.ഡി. സതീശൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തിയത്. ആ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലേക്ക് നമുക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക്, അതുപോലെ തന്നെ വി.ഡി. സതീശന്റെ വീട്ടിലേക്ക്, ഓഫീസിലേക്കൊക്കെയാണ് പ്രതിഷേധം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് എത്തിയിരിക്കുന്നത്. പോലീസ് ഗേറ്റിൽ തടയുകയാണോ? സതീശൻ എവിടെയാണുള്ളത്? സുജിയ, ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് ടൗണിൽ നിന്ന്, പറവൂർ ടൗണിൽ നിന്ന് മാർച്ച് ആരംഭിച്ചിരുന്നത്. തുടർന്ന് വി.ഡി. സതീശന്റെ ഓഫീസിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് എത്തുന്നതിന് 50 മീറ്റർ അപ്പുറത്ത് വെച്ച് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നതാണ്. പക്ഷേ ബാരിക്കേഡ് തുടക്കത്തിൽ തന്നെ പ്രവർത്തകർ മറച്ചിട്ടു. അതിനുശേഷമാണ് പ്രവർത്തകർ ഇപ്പോൾ വി.ഡി. സതീശന്റെ ഓഫീസിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറിയിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും വാക്ക് തർക്കം, പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പ്രവർത്തകരും തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നു. ഇതിന് പുറമെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള വാക്ക് തർക്കം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര വേഗത്തിൽ തന്നെ പ്രവർത്തകർ ഓടി ഇപ്പോൾ ഈ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓഫീസിന് മുന്നിൽ ഗേറ്റ് പോലീസ് അടച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫീസിന് ഉള്ളിലേക്ക്, കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടില്ല. പക്ഷേ പുറത്തു നിന്ന് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള ശക്തമായ വാക്ക് തർക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ചില നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിരുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ബോർഡ്, അതായത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് എന്ന് എഴുതിയ ബോർഡ് തകർത്തുകൊണ്ടാണ് പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നത്. ആ ബോർഡൊക്കെ തന്നെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിരുന്നെങ്കിലും അതിനെ ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വി.ഡി. സതീശന്റെ കോലം ഉയർത്തിക്കൊണ്ട് കോലം കത്തിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നത്. എന്നാലും നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ യുവ നടി പരാതി നൽകിയിട്ട് പോലും അതിൽ നടപടി ഉണ്ടായില്ല എന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു, അങ്ങനെ സ്ത്രീ പീഡകനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ രാജിവെക്കണമെന്ന് അടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ ഓഫീസിലേക്ക് എത്തുകയും ഓഫീസിന് മുന്നിൽ നിന്ന് പ്രയോഗിച്ച ശേഷം ഇപ്പോൾ പിന്തിരിഞ്ഞ് നടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വി.ഡി. സതീശനെതിരായ പ്രതിഷേധമാണ് നടക്കുന്നത്. അവിടെ ഓഫീസിൽ പ്രവർത്തകരെ തിരിച്ചടക്കുക പറയുന്നുണ്ട്. തീർച്ചയായിട്ടും, അതായത് ഇത്തരത്തിൽ പോലീസിന്റെ സുരക്ഷ അതിനെ ഭേദിച്ചുകൊണ്ട് പോലീസിന് ഒരുക്കിയിരുന്ന ബാരിക്കേഡ് അടക്കം തകർത്തിട്ടുകൊണ്ടാണ് പ്രവർത്തകർ അകത്തേക്ക് വന്നിരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഓഫീസിന് ചുറ്റുമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നതാണ്. ആ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് ശക്തമായി തന്നെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു, വാക്ക് തർക്കമുണ്ടാകുന്നു. അതിനുശേഷമാണ് ചില നേതാക്കൾ, ഡിവൈഎഫ്ഐ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ നേരത്തെ ഉണ്ടായ ഒരു സംഘർഷാവസ്ഥ, ആ വാക്ക് തർക്കത്തിനൊക്കെ തന്നെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് നേതാക്കൾ നടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.